പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വാക്യമായി ഞാൻ ആഗ്രഹിക്കുന്നു. സെബന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. നിൻ്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിൻ്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷസ്വരത്തോട് അവൻ നിങ്കൽ ആനന്ദിക്കും. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നിൻ്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിൻ്റെ മധ്യേ ഇരിക്കുന്നു. പ്രതിസന്ധികളുടെയും പ്രശ്നത്തിൻ്റെയും നടുവിൽ ഹല്ലേലൂയ. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, വളരെ ധൈര്യത്തോട് പറയുവാൻ കഴിയണം. എൻ്റെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഭാരത്തിൻ്റെയും നടുവിൽ എൻ്റെ മധ്യേ ആരായിരിക്കുന്നത്? രക്ഷിക്കുന്ന വീരനായി എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്തു വന്നാലും എന്നെ കൈവിടാത്തവൻ, എന്നെ ഉപേക്ഷിക്കാത്തവന് എൻ്റെ കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കുന്ന വീരനായി, അത് മധ്യേ ഇരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെട്ടപ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. 14-ാം അധ്യായം പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നത്, ദൈവത്തിന് സ്തോത്രം, അവരെ ഹല്ലേലൂയ പുറപ്പെട്ടപ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, മുൻപിൽ ചെങ്കടൽ, പുറകിൽ മിസ്രൈം സൈന്യം അവർക്ക് നേരെ കടന്നു വന്നാൽ രക്ഷിക്കുന്ന വീരനായി അവരുടെ മധ്യേ ആരിറങ്ങി? ദൈവം തമ്പുരാൻ ഇറങ്ങിയതായിട്ട് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. മിസ്രൈമിൻ്റെയും ഇസ്രായേൽ ജനത്തിൻ്റെയും മധ്യേ ഹല്ലേലൂയ തമ്പുരാൻ ഇറങ്ങി രക്ഷിക്കുന്ന വീരനായി. ദൈവത്തിന് സ്തോത്രം. വചനം അതാ പറയുന്നത്, ഹല്ലേലൂയ, നിൻ്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിൻ്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കുമെന്ന ആര്? നമ്മുടെ കർത്താവ് നമ്മിൽ അത്യന്തം സന്തോഷിക്കും. ഹല്ലേലൂയ. പ്രശ്നങ്ങളുടെയും പ്രതികൂലത്തിൻ്റെയും പരാജയത്തിൻ്റെയും നടുവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, രക്ഷിക്കുന്ന വീരനായി നമ്മുടെ മധ്യേ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തമ്പുരാൻ ഹല്ലേലൂയ നമ്മുടെ വിടുതൽ കാണുമ്പോൾ അത്യന്തം സന്തോഷിക്കും. എന്നിട്ട് പിന്നെയും നമ്മൾ വായിക്കുന്ന ഇങ്ങനെ, അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും, തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ദൈവം തമ്പുരാൻ മിണ്ടാതിരിക്കും. എന്താ? സ്നേഹിക്കുന്നത് കൊണ്ടാണ്. കൂടുതലായി നമ്മെ സ്നേഹിക്കുക. നമ്മൾ മറന്നു പോകരുത് കേട്ടോ. നമ്മൾ ഓർക്കും, പ്രാർത്ഥിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, ഇത്രയും ദൈവസന്നിധിയിൽ ഇരിക്കുന്നുണ്ട്. എന്താ തമ്പുരാൻ മിണ്ടാത്തത്? എന്നാൽ ഹല്ലേലൂയ, ചില സന്ദർഭങ്ങളിൽ മിണ്ടാതിരിക്കും. അത്യന്തമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ വലിയൊരു ഹല്ലേലൂയ വിട്ടുതൽ നമ്മുടെ മധ്യേ അയക്കുവാൻ വേണ്ടി ആ കർത്താവ് ചില സന്ദർഭങ്ങളിൽ മിണ്ടാതിരിക്കും. നമുക്കറിയാം, ഹല്ലേലൂയ, ലാസറിൻ്റെ ഭവനം, യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ലാസറിൻ്റെ ഭവനത്തിൽ കടന്നു വന്ന യേശു, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ചില സമയത്തേക്ക് മിണ്ടാതിരുന്നു. മാർത്തയുടെയും മറിയുടെയും കരച്ചിലിന് മുമ്പിൽ. എന്നാൽ ദൈവപ്രവൃത്തി അവിടെ നമുക്കറിയാം, വലിയൊരു ദൈവിക വിടുതലിന് വേണ്ടിയായിരുന്നു മിണ്ടാതിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ചില സന്ദർഭങ്ങളിൽ തമ്പുരാൻ മിണ്ടാതിരിക്കുന്നത് വലിയൊരു ദൈവിക പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടുവാനായിട്ടാണ്. നമ്മൾ പറയും, നമ്മൾ നാളുകളായി പ്രാർത്ഥിക്കുക, കാര്യം എന്തുകൊണ്ടാണ് മറുപടി കിട്ടാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ ദൈവം തമ്പുരാൻ മിണ്ടാത്തത്? എന്നാൽ ഹല്ലേലൂയ, അവൻ ഹല്ലേലൂയ, ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി ഒരുക്കുന്നത് വലുതാ. അതുകൊണ്ടാണ് ചില സന്ദർഭങ്ങളിൽ മിണ്ടാതിരിക്കുന്നത്. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരോട് എനിക്ക് ഇന്ന് രാവിലെ പറയുവാനുള്ളത്, കർത്താവ് ഒരുക്കുമ്പോൾ വലിയൊരു മറുപടിയുമായി നമ്മുടെ ഇടയിൽ ഇറങ്ങി വരും. അതായത് അടുത്ത വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു, ഘോഷത്തോട് അവൻ നിങ്കൽ ആനന്ദിക്കുമെന്ന. പിന്നെ അത് കഴിഞ്ഞിട്ട് ഘോഷത്തോട് തമ്പുരാൻ നമ്മളിൽ ആനന്ദിക്കും. കാരണം എന്തുവാണെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, മിണ്ടാതിരുന്നിട്ട് ചില വലിയ വിടുതലുകൾ നമ്മുടെ മധ്യേ തമ്പുരാൻ അയക്കുമെന്ന് എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്ന് രാവിലെ ദൈവം തമ്പുരാൻ ചില മറുപടികൾ നമ്മുടെ മധ്യേ അയക്കുമ്പോൾ ഘോഷത്തോട് സന്തോഷിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഹല്ലേലൂയ, അതിൻ്റെ മുന്നോട്ട് ഒത്തിരി വാക്യങ്ങൾ, നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോടും ഞാൻ ആ കാലത്ത് ഇടപെടും, മുടന്തി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കും. ഹല്ലേലൂയ. ചിതറിപ്പോയതിനെ ഹല്ലേലൂയ ശേഖരിക്കുകയും സർവ്വഭൂമിയിലും ദൈവത്തിന് സ്തോത്രം, നേരിട്ടവരെ
പ്രശംസിക്കുകയും കീർത്തിയുമാക്കി തീർക്കുകയും ചെയ്യുമെന്ന് ചില മുടന്തി പോയതിനെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ആ കാലത്ത് എന്തൊക്കെ ചെയ്യും? ക്ലേശിപ്പിക്കുന്ന ഏവരെയും ഞാൻ ആ കാലത്ത് അവരോട് ഇടപെടും. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് മുടന്തി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കുമെന്ന് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതെല്ലാം വിട്ടുതലിൻ്റെ വാക്യമാണ് പ്രിയമുള്ളവരെ. മുടന്തി നടക്കുന്നതിനെ രക്ഷിക്കുന്നവൻ. ഹല്ലേലൂയ. ക്ലേശിപ്പിക്കുന്ന ഏവരോടും ഞാൻ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ആ കാലത്ത് ഇടപെടും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ചിതറിപ്പോയതിനെ ശേഖരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ചിതറിപ്പോയി വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നതിനെ ശേഖരിച്ചു കൊണ്ടുവരുന്നവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദൈവത്തിന് സ്തോത്രം. ലജ്ജാകരമെന്നും ലജ്ജാഭാരം വഹിച്ചവളായി നിന്ന ഹല്ലേലൂയക്കുള്ളവരായി സംഘത്തെ വിട്ട് ദുഃഖിക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളുവെന്ന എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ് പ്രിയമുള്ളവരെ. ലജ്ജാഭാരം വഹിച്ചവർ. ദൈവത്തിന് സ്തോത്രം. നിന്നയ്ക്കുള്ളവരായി സംഘത്തെ വിട്ട് ദുഃഖിക്കുന്നവരെ ഞാൻ ചേർക്കും. ദുഃഖിക്കുന്നവരെ. എന്നിട്ട് പറയുകയാണ് നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോട് ഞാൻ ആ കാലത്ത് ഹല്ലേലൂയ ഇടപെടും. നമ്മളെ ക്ലേശിപ്പിക്കുന്ന, നമ്മളെ ദുഃഖിപ്പിക്കുന്ന, നമുക്ക് ഭാരമായിത്തീരുന്ന ഹല്ലേലൂയ അവരോട് ദൈവം തമ്പുരാൻ ഇടപെടുമെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? പലപ്പോഴും ഹല്ലേലൂയ നിന്ന വാക്കുകൾ പറഞ്ഞിട്ട് എനിക്കെതിരെ നിൽക്കുന്ന അനേകരുണ്ട്. എന്നാൽ അവരോട് ഇടപെടുവാൻ നമ്മുടെ തമ്പുരാൻ ഇറങ്ങി വരുമെന്ന്, ദൈവം തമ്പുരാൻ പ്രവർത്തിക്കുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ മറന്നു പോകരുത്. മറ്റുള്ളവരുടെ നിന്ന വാക്കുകൾ, കുത്തുവാക്കുകൾ കേട്ട് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ അവരോട് ഇടപെടുവാൻ ദൈവത്തിൻ്റെ ഹരം ഇറങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. അത് നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ 17 വാക്യം വായിച്ചപ്പോൾ നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. ഹല്ലേലൂയ. സന്തോഷത്തോട് ഇന്ന് രാവിലെ കാലം പറയുവാൻ കഴിയട്ടെ. എൻ്റെ ദൈവം തമ്പുരാൻ രക്ഷിക്കുന്ന വീരനായി എൻ്റെ മധ്യേ ഇരിക്കുന്നു. ഹല്ലേലൂയ. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. എന്നിട്ട് തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കും. ചില സമയത്ത്, ചില സന്ദർഭങ്ങളിൽ നമ്മുടെ കർത്താവ് മിണ്ടാതിരിക്കും. എന്നാൽ വലിയൊരു വിടുതൽ നമുക്ക് ഒരുക്കുന്നതിന് വേണ്ടിയാ, വലിയൊരു പദ്ധതി നമ്മുടെ മേൽ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാ. ഇന്ന് രാവിലെ മറന്നു പോകരുത്. ഇന്ന് രാവിലെ മറക്കരുത് പ്രിയമുള്ളവരെ. വലിയ പദ്ധതിക്കായിട്ട് കർത്താവ് നമുക്ക് നമ്മുടെ ഹല്ലേലൂയ മധ്യേ ഇറങ്ങി വരാൻ പോവാം. വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്, ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്, എൻ്റെ മധ്യേ വലിയൊരു പദ്ധതിക്കായിട്ട് എൻ്റെ കർത്താവ് ഇറങ്ങി വരാൻ പോവാം. എനിക്ക് വേണ്ടി വലിയവ ചെയ്യാൻ പോവാം. നാളുകളായി കരയുന്ന പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ മിണ്ടാതിരുന്നാലും ദൈവം അതിന്മേൽ വലിയ പ്രവൃത്തി വെളിപ്പെടുത്താൻ പോവാം. പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, ഏറ്റെടുക്കുക. ഈ വചനത്തിന് മുമ്പാകെ നമ്മളെ ഒന്ന് ഏൽപ്പിച്ച് സമർപ്പിക്കും പ്രിയമുള്ളവരെ. നല്ല ദൈവത്തിന് സ്തോത്രം. ഈ വചനത്തിന് മുമ്പാകെ ഏൽപ്പിക്കാം. ഈ നല്ല വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ കർത്താവേ, രാവിലെ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല വചനത്തിനായിട്ട് സ്തോത്രം. വചനത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.